സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച വൈകുന്നേരമായാൽ പുറത്ത് പോയില്ലെങ്കിൽ എന്തോ ഒരിതാണ്. ഏത് മനസ്സിലായില്ലേ? അതന്നെ. അപ്പോൾ പിന്നെ സുഹൃത്ത് ഫൈസലിനെയും കൂട്ടിയിട്ടാണ്ട് ഇറങ്ങും. ഇന്ന സ്ഥലത്തേക്ക് എന്നുള്ള ലക്ഷ്യമൊന്നുമില്ല കേട്ടോ, അങ്ങോട്ട് പോകും ഒരു പോക്ക്. ഫൈസലിൻ്റെ കമ്പനി വണ്ടിയിലായിരിക്കും കൂടുതലും യാത്ര തുടങ്ങുമ്പോൾ ടീ ടൈം എന്നൊരു ചായ അത് മസ്റ്റാണ് കേട്ടോ. വൈകുന്നേരം ആ ചായയും കുടിച്ചിട്ട് പോക്കുവലിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടുള്ള യാത്ര ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. അങ്ങ് ദൂരെ കുറേ പെട്ടികൾ അട്ടിയിട്ട് കണ്ട നിങ്ങൾ, അത് തീപ്പെട്ടിക്കൂട് അട്ടിയിട്ടല്ല കേട്ടോ, കണ്ടെയ്നറുകളാണ്. കണ്ടില്ലേ? ഏക്കറക്കണക്കിന് സ്ഥലത്താണ് ഇതിങ്ങനെ കൂട്ടിയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനടുത്ത് തന്നെയാണ് ദമാം പോർട്ട് ഉള്ളത്. അപ്പോൾ പോർട്ടിൽ നിന്നും വന്ന കാലി കണ്ടെയ്നറുകളായിരിക്കും ഇത് കേട്ടോ. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അത് നോക്കി നമ്മുടെ യാത്ര നടക്കൂല, യാത്ര തുടരുക തന്നെ. ഇതാണ് പിന്നെ കണ്ടെയ്നർ ബസ് സ്റ്റാൻഡ്. കണ്ടില്ലേ നിങ്ങൾ? എണ്ണിയാ തീരാത്ത കണ്ടെയ്നർ ട്രക്കുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. പോയി ഞങ്ങൾ കോബാർ കോർണിഷിൻ്റെ ഒക്കെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അമ്പിളിമാമൻ നമ്മളെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ അവനെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി അധികം ആളും തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടോ. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഒരു ജെല്ലി ഫിഷ് കരക്കടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി അങ്ങോട്ട് നടന്നപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. ഒരു ജെല്ലി ഫിഷ് ഒന്നല്ല കേട്ടോ, 100 കണക്കിന് ജെല്ലി ഫിഷുകൾ കരക്കടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. ഈ ജെല്ലി ഫിഷിനെ കൈകൊണ്ട് തൊട്ടാൽ കൈ ചൊറിയുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തൊടാൻ പോയിട്ടില്ല. ഇവിടെ കടൽ ഉൾവലിഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. കടലിനകത്തേക്കൊരു പാത പോലെ ഒരു വഴി ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് അകത്തേക്ക് നടന്നപ്പോഴേക്കും ഒരു മിലിറ്ററി വണ്ടി വന്ന് ഹോണടിച്ച് ഞങ്ങളെ തിരികെ വിളിച്ചു. ഈ സ്ഥലം ദമാമിലും കോബാറിലൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടുത്തെ കടലിന് നാട്ടിലെ പോലെ തിരമാലകൾ ഉണ്ടാവില്ല കേട്ടോ. സൂര്യാസ്തമയം എവിടെ കണ്ടാലും നല്ല ഭംഗിയല്ലേ. പക്ഷെ കടപ്പുറത്ത് സൂര്യാസ്തമയം കാണുക എന്നൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ അധികം നിന്നിട്ടില്ല കേട്ടോ. തിരിച്ചു പോരുമ്പോൾ കണ്ടെയ്നറുകൾ അവിടെ തന്നെ ഉണ്ട്, ആരും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. താങ്ക് യു.